ഫൈനലി അപ്പൊ നമ്മുടെ ഓണം എക്സാം ഒക്കെ അടുത്തെത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിൽ അധികം ദിവസങ്ങളൊന്നും ഇല്ല. കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ 15 ദിവസം മാത്രമേ ഉള്ളൂ. അധികം ടൈമോ ഇല്ല. അപ്പൊ ഇതുവരെ ഓണം എക്സാമിന്റെ സീരിയസ്നെസ് തലയിലേക്ക് വരാത്ത, ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കുറേ പേര് ഇവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റി വെച്ചാലുള്ള പ്രശ്നം എന്താ? ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം നേരിടുന്നത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പൊ കുറെ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല, വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ എടുത്ത് വെച്ചോ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. മിസ്സിന് അങ്ങനെ തന്നെ. ഞാനൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചു പോയി, പിന്നെ ഓണം എക്സാമിന് വേണ്ടി കഴിഞ്ഞു, പിന്നെ അടുത്ത ക്രിസ്മസ് എക്സാം ആകുമ്പോഴും പിന്നെ ഇതൊന്നുകൂടി പഠിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. അതായത് കഴിഞ്ഞ കൊല്ലം പഠിച്ചത് പുതിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് മാറുന്നു. അപ്പം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? ഒരു ലോങ് ടേം ആയിട്ട് കണ്ടിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങുകയും വേണം. യെസ്. അപ്പം നല്ലൊരു ഫ്യൂച്ചറാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി നിങ്ങൾ പഠിച്ചു തുടങ്ങണം. പക്ഷെ ഇവർക്ക് ഇപ്പോഴും ഇതുവരെ ഒരു പ്ലാൻ സെറ്റ് ആവാതെ കൺഫ്യൂഷനും ഉണ്ടാവും. എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാണ്ടൊക്കെ ഇരിക്കുന്ന കുറേ മക്കളുണ്ടാവും. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളിവിടെ ഉള്ളപ്പോൾ അവര് വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർ കറക്റ്റ് ആയിട്ടൊരു പ്രോപ്പർ പ്ലാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കല്ലേ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്ലാൻ ആയിട്ട് നമ്മുടെ എക്സാമിന് നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്കൽറ്റീസ് വരുന്നുണ്ട്. ഇന്ന് കറക്റ്റ് 7:30 മിഷൻ 50 days. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ ലൈവിൽ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ ഇന്നത്തെ ലൈവിലൂടെ നമ്മൾ പ്രോപ്പർ പ്ലാൻ സെറ്റാക്കി കൊടുക്കുന്നതായിരിക്കും. യെസ്. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇതൊക്കെ പറയാം. അവർക്ക് അറിയുന്നില്ല എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒത്തിരി ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഉറപ്പാണ്. അപ്പൊ അവരിലേക്കൊക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് നമ്മുടെ ടൈമിന് തന്നെ ലൈവിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനിയുള്ള 15 ദിവസം എങ്ങനെ പ്രോപ്പർ ആയിട്ട് പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ സിലബസ് കറക്റ്റായിട്ട് തീർക്കാനും അതേപോലെ റിവിഷൻ ഉള്ള സമയമൊക്കെ നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഒരു സ്പെഷ്യൽ ഓഫറും കൂടെ പറയാൻ വേണ്ടിയിട്ടുണ്ട്. യെസ്. അപ്പോൾ മക്കളെ, നമ്മുടെ ഓഗസ്റ്റ് 5 ഉള്ളിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് ഒരു സ്പെഷ്യൽ ഓഫറാണ്. ഇതാ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിൻ്റെ ഫീ 2499 ആണ്. അതിപ്പോൾ 1999 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 500 rupees ഓഫാണ്. അത് ഓഗസ്റ്റിൻ്റെ 5 ഉള്ളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താ? പ്രത്യേകിച്ച് ഈ എക്സാം ടൈമിൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അഡീഷണൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കുന്നുണ്ടാവും. റിവിഷൻ ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളി ഓഫറാണ്. ഈ ഒരു സമയത്തിന് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയുന്നില്ലെങ്കിൽ അവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് കറക്റ്റ് ടൈം. പ്രാക്ടീസ് ചെയ്യുക. ഒന്നാമത് ഇവരുടെ സിലബസ് ഒക്കെ പുതിയതായതുകൊണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാന്നൊക്കെയുള്ള യാതൊരു ഐഡിയ ഇല്ലാത്ത മക്കളാണ്. അപ്പൊ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ബാച്ചിലുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങളുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. യെസ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ലൈവിന്റെ കാര്യം മറക്കണ്ട. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കുക. അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ആക്കാം അല്ലേ? യെസ്.